ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ നന്ദിനിയും രാജലക്ഷ്മിയും മീനാക്ഷിക്കുട്ടിയും കുഞ്ഞുമായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരിക്കുവാണ്. നമ്മുടെ മീനാക്ഷിക്കുട്ടി ഇന്ന് സുന്ദരിയാണ്. ഒരു നെക്ലസ് ഒക്കെ ഇട്ട് പച്ച കളർ സാരിയൊക്കെ കൊടുത്ത് ഒരു ദേവതയെ പോലെ ഇരിക്കുവാണ്. അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. അപ്പം കൈമലായിട്ട് അവിടെ പൂമുഖത്തിരിപ്പുണ്ടായിരുന്നു. നന്ദിനി വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ആ പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് പറയും. ദീപാരാധന കഴിയുമ്പോഴത്തേനും ഇങ്ങ് എത്തില്ലേ എന്ന് ചോദിക്കും. ആ അച്ഛാ ഞങ്ങൾ അപ്പോഴേ ഇങ്ങ് എത്തും എന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ രാജലക്ഷ്മി ആണെങ്കിൽ അകത്തോട്ട് നോക്കിയിട്ട് മോളെ സാവിത്രി, മോളെ സാവിത്രി. ഓ അമ്മേ എന്ന് പറഞ്ഞു. മോളെ എന്ന് വിളിക്കുന്നത് സാവിത്രിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അമ്മേ പറ അമ്മേ എന്താ മോളെ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം, നീ ജയറാമിനെ നോക്കിക്കോണേ, അമ്മ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ നോയിക്കോളാം, എന്റെ ഏട്ടന്റെ കാര്യമില്ലയോ, ഞാൻ നോയിക്കോളാം എന്ന് പറയും. അപ്പൊ നമ്മുടെ പിന്നെ കൈമലേട്ടൻ പറയും, നിന്നേക്കാൾ നന്നായിട്ട് അവൾ നോക്കിക്കോളും, നീ ഒന്നും പേടിക്കണ്ട. ഇവളെ പണ്ട് ചെറുപ്പത്തിൽ അവന്റെ അടുക്കൽ നിന്ന് മാറത്തേ ഇല്ല, അവന്റെ കൂടെ ചുറ്റിപ്പറ്റി നീക്കും, അവളെ നോക്കിക്കോളും, നീ പൊക്കോളാൻ പറയും. അപ്പഴത്തേനും നമ്മുടെ സാവിത്രി വീണ്ടും പറയുന്നുണ്ട്, അമ്മ ഞാൻ നോക്കിക്കോളാം, ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കുന്ന എന്റെ രാമഭദ്ര ഏട്ടനും ഇവിടെ ഇല്ല, പിന്നെ എനിക്ക് എന്താണ് ജോലി, ഞാൻ എന്റെ ഏട്ടനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറയും. അന്നേരം പിന്നെ സാവിത്രിയുടെ അച്ഛൻ ചോദിക്കും, അല്ല ആ രാമഭദ്ര മോളെ എപ്പോ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛ അത് ബിസിനസ് ആവശ്യത്തിനൊക്കെ ആയി പോയിരിക്കുകയല്ലേ, ഇന്നലെ ഫോൺ വിളിച്ചപ്പം എന്നോട് പറഞ്ഞ അടുത്ത ആഴ്ച വരുമെന്നാണ് പറഞ്ഞത്, പിന്നെ അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സാവിത്രി ആണെങ്കിൽ മീനാക്ഷിയോട് പറയും, മോളെ മീനാക്ഷി, അവിടെ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൂടെ വേണ്ടി നീ പ്രാർത്ഥിക്കണേ പ്രത്യേകം ഒന്ന്, അത് പറയാനുണ്ട് അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും എന്ന് പറയും. അപ്പോഴത്തേനും പറയും, അപ്പോഴാണ് നിൽക്കുന്നത്, ആ ഇതെന്താ മീനാക്ഷി കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിൽക്കുന്നു, വേണ്ട 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 കുഞ്ഞിനെ കൊണ്ടുപോകണ്ട, ഞാൻ നോയിക്കോളാന്ന് പറയും കുഞ്ഞിനെ. അത് അമ്മായിയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോഴേ എന്ത് പറ്റി എന്ന് ചോദിക്കും സാവിത്രി. അത് പറ മീനാക്ഷി എന്താ കാര്യമൊന്ന്. അത് പേപ്പിക്കാഞ്ഞത് കണ്ണ് തെറ്റിയാൽ പരന്ത് റാഞ്ചുന്ന പോലെ അവൾ റാഞ്ചിക്കൊണ്ട് പോവും മൈഥിലി, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അമ്മായി കുഞ്ഞിനെ ഏൽപ്പിക്കാതെ അവള് കണ്ണ് തെറ്റിയാൽ കൊത്തിക്കൊണ്ട് പോവും, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു എന്ന് പറയും. നീ കുഞ്ഞിനെ ഇങ്ങനെ എന്നിട്ടോ, മൈഥിലി മാങ്ങാത്തൊലി ഒന്നും കുഞ്ഞെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ അടുക്കൽ വന്ന് കുഞ്ഞിനെ എടുക്കാനേ അവളൊന്ന് വിറയ്ക്കും എന്ന് പറയും. എന്നിട്ട് അപ്പോഴത്തേനും കുഞ്ഞിനെ ഞാൻ കൊടുക്കും. അപ്പൊ നമ്മുടെ നന്ദിനി പറയും, കൊടുക്ക് മീനാക്ഷി, മുത്തശ്ശനും പിന്നെ എല്ലാരും കൂടെ ചേർന്ന് എന്താണ് കുഞ്ഞിനെ നോക്കിക്കോളൂ, അങ്ങ് കൊടുത്തേക്കാൻ പറയും. അപ്പോഴത്തേനും കുഞ്ഞിനെ എടുത്ത് മോളോ തക്കിട് വാവേ അച്ഛമ്മയുടെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് എന്താണ് കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവരങ്ങ് പോവും. ശരി എന്നാ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവരങ്ങ് പോവാന്നേ. അന്നേരം എന്നാ അറിയോ, നമ്മുടെ മീനാക്ഷി കുട്ടിക്ക് ഒരു സമാധാനം മുഖത്ത് കാണുന്നില്ല. അന്നേരം നമ്മളെ സാവിത്രി പറയുന്നു, നീ പേടിക്കണ്ടടി മോളെ, നീ പോയിട്ട് വാ, ഒരു മൈഥിലി പോയിട്ട് ഒരു കൊതുകിന്റെ നിഴൽ പോലും എന്റെ കുഞ്ഞിന്റെ പുറത്ത് വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല, നീ ധൈര്യമായിട്ട് പോയിട്ട് വരാം. അപ്പൊ നമ്മുടെ മീനാക്ഷി കുട്ടിയുടെ മുഖം എല്ലാം അങ്ങ് തെളിഞ്ഞ് കുറച്ചും കൂടെ സുന്ദരിയായി ഒരു സമാധാനമായല്ലോ. അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് അവര് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് പിന്നെ അപ്പൂപ്പനും സാവിത്രിയും കൂടെ ചേർന്ന് എന്താണ് കുഞ്ഞിനെ കൊഞ്ചിക്കുകയോ ചെയ്യുന്നത്. അച്ഛമ്മയുടെ പൊന്നു മോലെ, അപ്പൂപ്പന്റെ പൊന്നും കുട്ടിയോ എന്ന് പറഞ്ഞ് എന്താണ് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പം എന്താ പറയുവാണ്, ഇപ്പോഴാ ഒരു അമ്മയുടെ മനസ്സിലെ വാത്സല്യത്തിന്റെ വിങ്ങൽ ഞാൻ അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛാ എന്ന് പറയുന്നു. പിന്നെ എന്താണ് കൊഞ്ചിക്കുന്നുണ്ട്, കുഞ്ഞുവാവേ തക്കിടുവാവേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുവായിരുന്നു. എന്നേരം വീണ്ടും എന്താണ് തൊട്ടിൽ കൊണ്ടിട്ടിട്ട് ഇല്ല ഒരു കറങ്ങുന്ന ഒരു പമ്പരമുണ്ടല്ലോ കളിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുവാവേ തക്കിടുവാവേ പൊന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനുമായിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മുത്തശ്ശൻ പാടുവാണ്, കിഴക്കൊരാന പൊന്നണിഞ്ഞ് നിൽക്കണ് ആലവെട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം താലി പീലി നെറ്റിപ്പട്ടം കുഞ്ഞാവേ കുഞ്ഞാവേ എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ കൊഞ്ചിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്, മനോഹരമായിരിക്കുന്നു കൊഞ്ചിക്കുന്ന കാണാൻ. പാട്ടും പാടി അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. ആ അച്ഛന്റെ പാട്ട് മോക്ക് ഇഷ്ടമായോ, എന്റെ വയ്യക്കുട്ടി മോക്ക് അച്ഛന്റെ പാട്ട് ഇഷ്ടമായോടാ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ മൈഥിലി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എനിക്കിതാണ് സഹിക്കാൻ പറ്റാത്തത്.
ചെയ്യാത്തത്? എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കത്തില്ല. ഇവരെ ഞാൻ നോയിക്കോ, ശരിയാക്കും, എല്ലാത്തിൻ്റെ അടുത്തും ഞാൻ പ്രതികാരം ചെയ്യും, ഇവരെ ഞാൻ കുളം തോണ്ടും, എൻ്റെ മനസ്സിൽ സഹിക്കാൻ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും എന്താണ് ഇവറ്റകൾ സമ്മതിക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് വീണ്ടും ഇവരെന്ത് ചെയ്യുക, കൊഞ്ചിച്ചോണ്ടിരിക്കുക. അന്നേരം വീണ്ടും എന്താണ് നമ്മുടെ സാവിത്രി പാട്ട് പാടുന്നുണ്ട്. ആയിരം കണ്ണുമായി എന്ന് പറഞ്ഞ് കുഞ്ഞുമാവിനെ ഇങ്ങനെ പാടി പാടി കുഞ്ഞോ കുഞ്ഞോ പൊന്നോ ചക്കര എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നോക്കച്ച, ഒരു നെല്ലിക്കോളം വരുന്ന ഈ സാധനത്തിന് ഭയങ്കര വികൃതിയാണെന്ന് പറയും. അപ്പൊ മുത്തശ്ശൻ പറയും, നീ നിന്റെ കൊച്ചു പ്രായത്തിൽ എന്തുവായിരുന്നു നീ ചെറുപ്പത്തിൽ കാണിച്ചു കൂട്ടിയ വികൃതി? എന്തുവായിരുന്നു? കരച്ചിൽ നിർത്തത്തേയില്ല. നിന്റെ കരച്ചിലിന്റെ ശല്യം കാരണം ഞാൻ പലപ്പോഴും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോയിട്ടുണ്ടെന്ന് പറയുമ്പോ എന്തോ അച്ഛാ സത്യമാണോ എന്ന് പറയും. സത്യാ മോളെ, നീ എന്തോര് പിന്നെ കുരുത്തക്കേടായിരുന്നു എന്ന് പറയും. അച്ഛൻ വേണ്ട പൊന്നു മോളെ, അച്ഛൻ പറയുന്ന മുത്തശ്ശൻ അപ്പൂപ്പൻ പറയുന്നത് കേട്ടോ, അപ്പൂപ്പൻ പറയുന്നത് കേട്ടോ. അച്ഛാ, ഞാനുമായി ഈ കുഞ്ഞിന് ഒത്തിരി സാമ്യമില്ലയോ എന്ന് ചോദിക്കുമ്പോ, പിന്നെ നിന്നെ പോലെ തന്നെ ഇരിക്കുവാണ്, ആ കണ്ണും മൂക്കും എല്ലാം എന്താണ് നിന്നെ പോലെ ഇരിക്കുവാണെന്ന് പറയും. പറയും നിന്നെ എടുത്ത് അപ്പുറത്തോട്ട് പകർത്തി വെച്ചിരിക്കുവാണെന്ന് പറയും. പക്ഷേ ആ കവിളും കാതൊക്കെ എന്താണ്, ആ കയ്യുമൊക്കെ കാർത്തികിന്റെ തന്നെയാണെന്ന് പറയും. അത് ശരിയാണെന്ന് പറയും. എന്നിട്ട് വീണ്ടും എന്താണ് കുഞ്ഞിച്ചു, ഇവൻ നമ്മുടെ കുഞ്ഞ് തന്നെ, നമ്മുടെ ചെമ്പകമംഗലത്തിന്റെ ചെമ്പകപ്പൂവാണ് നമ്മുടെ കുഞ്ഞ്, ഇല്ലേടാ പൊന്നോ എന്ന് പറഞ്ഞ് വീണ്ടും കൊഞ്ചിക്കുക. ഈ സമയം നമ്മുടെ മുത്തശ്ശൻ പറയും, അപ്പൂപ്പനെ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് എണ്ണിട്ട് അങ്ങോട്ട് പോയുന്ന സമയത്ത് അദ്ദേഹം ജനലിന്റെ അവിടെ നിന്ന് നോക്കുമ്പം ഇവൾ അവിടെ നിന്നുകൊണ്ട് കുഞ്ഞിനെയും സാവിത്രിയെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ അങ്ങ് പിന്നെ പിറുപിറുക്കുകയും, ഞാൻ കാണിച്ചു തരാം, ഞാൻ ഒന്നിനെ ഇവിടെ വെച്ചേക്കത്തില്ല, എല്ലാത്തിനും ഞാൻ നശിപ്പിക്കും, പ്രതികാരം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയും, ആ വൈശാഖെന്ന ദുഷ്ടനെ സ്നേഹിച്ചത് കൊണ്ട് എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും പോയി, എനിക്ക് നഷ്ടമായി. ഇപ്പൊ എന്നെ ഇവിടെ എല്ലാവരും അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടാ നോക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കത്തില്ല. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം, എല്ലാത്തിൻ്റെ അടുത്ത് ഞാൻ പ്രതികാരം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഇവിടെ തന്നെ നോയിക്കൊണ്ട് നിൽക്കുവാണ്. പക്ഷെ ഇവള് എന്ത് ചെയ്യുന്നില്ല, മുത്തശ്ശനെ കാണുന്നില്ല. അപ്പൊ മുത്തശ്ശൻ പറയാൻ, ഇവൾക്ക് ഭ്രാന്തായിരിക്കുവാണെന്ന് തോന്നുന്നു, എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഭ്രാന്തായിരിക്കും, ഇവളെ സൂക്ഷിക്കണം, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ മുത്തശ്ശൻ എന്താണ് സ്റ്റൗ എത്തിച്ച് കാപ്പി ഇടുവാണ്. പാലൊക്കെ ഒഴിച്ച് കാപ്പി ഇട്ടിട്ട് 2 കപ്പിലായിട്ട് എടുക്കും കാപ്പി. എന്നിട്ട് മുത്തശ്ശന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്ത് എന്താണ് ഒരു പൊടി എടുത്ത് പൊട്ടിച്ച് അതിലിടും. എനിക്ക് ഒന്ന് ഉറക്കഗുളിയാണത് ഇട്ടിട്ട് കലക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഒരെണ്ണം എടുത്ത് നമ്മൾ സാവിത്രിക്ക് കൊടുക്കും. അതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല, സാവിത്രി കൊടുക്കും. എന്നിട്ട് സാവിത്രി, അച്ഛൻ എന്തിനാ കാപ്പി ഇട്ടേ, എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ഇട്ടില്ല, സാരമില്ല, നീ കുടിയെന്ന് പറയും. കുഞ്ഞുവാവേ ചക്കടോ, നിനക്ക് കാപ്പി വേണോ, കാപ്പി വേണോ, നല്ല കാപ്പിയാ, അപ്പൂപ്പനിട്ട കാപ്പിയാ വേണോ ചോദിക്കും. എന്നിട്ട് മുത്തശ്ശൻ ഒരു കാപ്പി കൊണ്ടുവന്ന് മൈഥിലിയുടെ അടുത്ത് എന്നിട്ട് പറയും, ഇന്നാ മോളെ കാപ്പി കുടിക്കെന്ന് പറയും. അത് എനിക്കോ ആ കുടിച്ചോ മോളെ, നീയും പണ്ട് ഈ വീട്ടിൽ ഒരു അംഗമല്ലായിരുന്നോ, നീ പിന്നെ കുടിച്ചോളാൻ പറയും. അപ്പൊ അവളത് വാങ്ങി വെച്ചിട്ട് പറയും, കുടിക്കും മോളെ, നീ കുടിക്കേ എന്ന് പറയും. എന്നിട്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കിയോ, കുടിച്ചോ, നീ എൻ്റെ കൊച്ചുമകനോടും എൻ്റെ കുടുംബത്തോടും ചെയ്തതിന് ഒരു ചെറിയ പ്രതികാരമെങ്കിലും ഞാൻ ചെയ്യണ്ടേ, ആ ഒരു ചെറിയ പ്രതികാരമാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് സ്വന്തമായിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് അവൾ പിന്നെ കുടിക്കാൻ നോയിക്കൊണ്ട് പോവുകയാണ്. ഇവളിത് എന്താണ് കുടിച്ച് അവളെ ബെഡ്റൂമിലൂടെ ചെല്ലുമ്പോഴത്തേന് ഇവക്ക് എന്താണ് തല കറങ്ങുക ചെയ്യുന്നത്. ആ സമയത്ത് ഇവള് കോഫി കപ്പ് വെച്ചിട്ട് പറയും, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവള് ബെഡിലോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ബെഡിലോട്ടങ്ങ് ചായുവാണ് ചെയ്യുന്നത്. അപ്പൊ ഉറക്കഗുളിയെ കൊടുത്തതിന്റെ ഉറക്കമാണ് ഇവക്ക്. അപ്പോഴത്തേന് ഇവിടെ എന്താണ് നമ്മൾ സാവിത്രി കുഞ്ഞിനെ കുഞ്ചിച്ചോണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് പിന്നെ ഒരു ഹൈനറ്റിക്ക് വന്നിരിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജലക്ഷ്മി ഇറങ്ങി വന്ന് ചോദിക്കുന്നത്, ആരാ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടത്തേക്ക് വന്നതാണ്, ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഹോം നേഴ്സിൽ കെയറിൽ നിന്നാണ് എന്നെ വിട്ടിരിക്കുന്നത്, രാജൻ സാറാണെന്ന് പറഞ്ഞു. ഓ, രാജൻ പറഞ്ഞു വിട്ടിയാണോ, ശരി എന്ന് പറഞ്ഞ് കയറി വരാൻ പറഞ്ഞുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാ, അത് എൻ്റെ മകന് വേണ്ടിയിട്ടാന്ന് പറയും. കയറി വരാൻ പറഞ്ഞു ഇരിക്കുന്നു. ഞാൻ നിങ്ങളുടെ രാജൻ സാറിനെ ഒന്ന് ഫോൺ വിളിക്കട്ടെ, 1 മിനിറ്റ് എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഫോൺ വിളിക്കുമായിരുന്നു. അപ്പം ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോൾ റോബിൻ എന്നാന്ന് പറയും. അപ്പം രാജൻ സാറ് പറയുന്നുണ്ട്, പിന്നെ മാഡം ഞാൻ അങ്ങോട്ട് അയച്ചല്ലോ,
ഒരാളെ അയച്ചല്ലോ എന്ന് പറഞ്ഞു. അയച്ചു, എന്നാലും അതാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിച്ചതാ. ഐഡന്റിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് അതല്ല അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, നിങ്ങൾ മേടിച്ചോ, നോക്കിക്കോളാൻ പറയും. അപ്പൊ ശമ്പളമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോഴും പറയും പറഞ്ഞ് എന്നിട്ട് ഫോൺ വെക്കും, ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും, ഇവനോട് പറയും, പറഞ്ഞ ശമ്പളമൊക്കെ തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയും, ഞങ്ങൾക്കെന്ന് പറയാം. പറയും പിന്നെ മാഡം, എൻ്റെ ഒരു നേരത്തെ എൻ്റെ ഭക്ഷണം ഇവിടുന്ന് വേണം തരാൻ, അതിൻ്റെ പൈസ കഴിച്ചിട്ട് ബാക്കി തന്നാൽ മതി എന്ന് പറയും. അതൊന്നും വേണ്ട, ഈ ചെമ്പകമംഗലത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് ആരോടും ഞങ്ങൾ പൈസ മേടിച്ച് കണക്ക് പറയത്തില്ല എന്ന് പറയും. ഞാനേ എൻ്റെ കൊച്ചുമോനെ വിളിക്കട്ടെ, അവൻ ഇവിടുത്തെ ACP ആണെന്ന് പറയും. അപ്പൊ അവനെ വിളിക്കുന്നുണ്ട്, കാർത്തിക് എന്താ മുത്തശ്ശി ഇതാണ്ട് വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോഴത്തേനും എന്താണ്, കാർത്തിക് ID കാർഡൊക്കെ ചോദിക്കും. അതൊക്കെ മേടിച്ച് നോക്കിയതിന് ശേഷം ശരി ഓക്കെ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, ഇന്ന് തന്നെ കയറുന്നുണ്ടോ എന്ന് ചോദിക്കും ഡ്യൂട്ടിക്ക്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇന്ന് തന്നെ കയറാമെന്ന് പറയും. ശരി എന്ന് പറയും. എൻ്റെ പെട്ടി എടുത്തോണ്ട് വട്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, രാജലക്ഷ്മി അതാരാണെന്ന് ചോദിക്കും. അതെ, ജയറാമിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാന്ന് പറയും. ജയറാമിനെ നോക്കാനോ? അപ്പൊ എന്നിട്ട് എന്താ അറിയും, മുത്തശ്ശൻ മനസ്സ് ചിന്തിക്കോ, ജയറാമിനെ നോക്കാൻ നന്ദിനി ഇല്ലേ ഇവിടെ, പിന്നെന്തിനാണ്? അപ്പൊ ഇവരുടെ മനസ്സിരിപ്പ് ഒന്നും മാറിയിട്ടില്ല. ഇവള് വീണ്ടും ചിന്തിക്കുന്നതൊക്കെ വെറും ഇതാണല്ലോ ചിന്തിക്കുന്നത്, ഇത് ശരിയാവത്തില്ലല്ലോ എന്ന് പറയും. ഇവളെ എനിക്കറിയാം, ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദിനിയും രാജലക്ഷ്മിയും മാലതിയും എല്ലാം ഒന്നിച്ച് നിൽക്കുന്നു. മുത്തശ്ശനാണെങ്കിൽ ചോദ്യം ചെയ്യുവാണ്, ആരാണ് എന്താണ് ജയറാമിനെ നോക്കാൻ വേണ്ടി ആളെ ഇടപാടാക്കി. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനല്ല കൈമളേട്ട, അവനാണ്, കാർത്തിയും കൂടെ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയും. അതിവിടെ പിന്നെ അവനെ നോക്കാൻ വേണ്ടിയിട്ട് നന്ദിനി ഉണ്ടല്ലോ എന്ന് പറയും. എന്താ കൈമളേട്ട പറയുന്നത്? നന്ദിനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവളാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ജയറാമിന്റെ കാര്യം അവളാ നോക്കുന്നത്. അവളെ നമ്മൾ അങ്ങനെ ഇട്ടങ്ങ് കഷ്ടപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇത് ശരിയായില്ല സാവിത്രി, നീ കാണിക്കുന്ന ഒന്നും എന്താണ് ശരിയായില്ല. ഞാനിവിടുത്തെ ഒരു കുടുംബനാഥനാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് രാജലക്ഷ്മി തന്നെയാണ്. അത് ശരിയാവത്തില്ല. ഞാനിവിടെ ഒരു വേറെ റബ്ബർ സ്റ്റാമ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ ആരും കേൾക്കാതെ നിൽക്കുമ്പം എനിക്കിത് പറ്റത്തില്ല എന്ന് പറയും. എന്താ കൈമലേട്ട ഈ പറയുന്നത്? അവനെ വിളിച്ച് ചോദിക്കുക, അവനും കൂടെ പറഞ്ഞിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. രാജലക്ഷ്മി രാജലക്ഷ്മിയുടെ കൂടെ ഞാൻ കുറെ വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നേയില്ലേ, എനിക്ക് രാജലക്ഷ്മിയെ നന്നായിട്ട് അറിയാം, രാജലക്ഷ്മിയുടെ സ്വഭാവം. അത് കൈമലേട്ട നമ്മൾ രണ്ടുപേരും രണ്ടാണോ, നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ കൈമലേട്ടാന്ന് ചോദിക്കും. അതൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും കുറെ കാലം കഴിഞ്ഞിട്ട് രണ്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയും. എന്തോ അപ്പൊ നിന്റെ മനസ്സിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ എന്തോ നിങ്ങൾക്ക്, പിന്നെ എന്തിനാണ് ഈ കിടന്ന് ചോദിക്കാൻ നിൽക്കുന്നത്? വെറുതെ മനസ്സിലായെങ്കിൽ അതുപോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അങ്ങ് പോവുകയെന്ന്. അപ്പോഴാണെങ്കിൽ അവിടെ നന്ദിനി നിപ്പുണ്ടായിരുന്നു. മോക്കറിയാമായിരുന്നു ഈ കാര്യം? എനിക്ക് അറിയില്ലായിരുന്നു അച്ഛാ ഈ കാര്യം എന്ന് പറയും. അപ്പോഴ് മാലതി പറയുന്നുണ്ട്, എനിക്ക് അറിയാമായിരുന്നു, കാർത്തിക് പിന്നെ വല്യേട്ടൻ്റെ അടുത്ത് പറയുന്ന ഞാൻ കേട്ടതാണെന്ന് പറയും. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നു, അവ എന്ത് പറഞ്ഞു അന്നേരം? അത് പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് ഇന്ന് വാത്സല്യം സീരിയൽ അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.